അധ്യായം 9. ഇത് നിന്റെ കുഞ്ഞാണോ? നീലിമ അഞ്ജലിയും വാസുദേവനെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നു. നീ അവളോട് ബഹളം വെച്ചിട്ട് കാര്യമില്ല നീലിമ, ഞാനാ ഈ കാര്യം തീരുമാനിച്ചത്, അത് ഞാൻ നടത്തുകയും ചെയ്യും. വാസുദേവൻ അഞ്ജലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. നീലിമ മറുപടി പറയാതെ അഞ്ജലിയെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. വാസുദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു, നീ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? നീലിമ കേട്ടു, എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. അതിന് ആര് എന്ത് പറഞ്ഞാലും നടക്കില്ല. നീലിമ പറഞ്ഞത് കേട്ട് വാസുദേവൻ ക്രൂരമായി അവളെ നോക്കി. എന്നെ നിനക്ക് അറിയാമല്ലോ, ഞാൻ പറയുന്നത് പോലെ നിന്നില്ലേ പിന്നെ നിന്റെ മോനെ നീ ഒരിക്കലും കാണില്ല. ഒരു പിതാവിന് ഇത്രത്തോളം തരം താഴാൻ പറ്റുമോ എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത. ഈ നശിച്ച നാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലായിരുന്നുവെന്ന് അപ്പോൾ അവൾക്ക് തോന്നി. എന്നെ എന്റെ വഴിക്ക് വിട്ടോടെ, ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തു? നീലിമ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അത് കേട്ടിട്ടും വാസുദേവൻ കുലുങ്ങിയില്ല. അയാൾ കൂടുതൽ വാശിയോടെ അവളെ തുറച്ചു നോക്കി. നീ ഏതൊക്കെ രീതിയിൽ കരഞ്ഞു കാണിച്ചാലും ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല നീലിമ. നീ സുധാകരനെ തന്നെ വിവാഹം കഴിക്കും. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തതാണ്. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ വാക്ക് കൊടുത്തത്? എന്റെ ജീവിതം വെച്ച് വില പേശാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? നീലിമ ചോദിച്ചു. നീ എന്റെ മോളല്ലേ, നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. വാസുദേവൻ വീണ്ടും ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്റെ ശവം കണ്ടാൽ മതിയോ? നീലിമ നിയന്ത്രണം വിട്ട് ചോദിച്ചു പോയി. വാസുദേവൻ തുടർന്നു. നിന്റെ ശവം ഞങ്ങൾക്ക് എന്തിനാ? ജീവിച്ചിരിക്കുന്ന നിന്നാണ് എനിക്ക് ആവശ്യം. നാളെ ഹോട്ടൽ ബ്ലൂ ലഗൂണിൽ ഞാനൊരു പാർട്ടി വെക്കുന്നുണ്ട്. നമ്മളെ മാത്രമേ കാണും. സുധാകര മേനോനെയും ക്ഷണിച്ചിട്ടുണ്ട്. നീ അയാളെ നേരിട്ട് കണ്ട് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയണം. അത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് നാണം തോന്നില്ല അച്ഛാ, സ്വന്തം മകളെ അയാളെ പോലെ ഒരാൾക്കൊപ്പം കെട്ടിച്ചയക്കാൻ? നിങ്ങളുടെ അഞ്ജലി മോളോട് നിങ്ങൾ ഇങ്ങനെ കാണിക്കോ? നീലിമ ചോദിച്ചു. ചേച്ചി വെറുതെ എന്നെ അനാവശ്യമായി ഒന്നിനും വലിച്ചിടണ്ട, അഞ്ജലി പറഞ്ഞു. അഞ്ജലി മോള് നിന്നെ പോലെ വല്ലവന്റെയും കുട്ടിയും കൊണ്ട് നടക്കുന്നവളല്ല. അവൾക്ക് അന്തസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം തീരുമാനിക്കാൻ പറ്റും. നീ അങ്ങനെയാണോ? വാസുദേവൻ ചോദിച്ചു. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് സംഭവിച്ച എല്ലാ കാര്യത്തിലും ഉത്തരവാദി അഞ്ജലിയാണ്. എന്നിട്ടും എല്ലാവരും ഇപ്പോഴും അവളോടൊപ്പമാണ് നിൽക്കുന്നത്. തനിക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ല. അച്ഛാ, നിങ്ങൾ ഇതിലൊക്കെ ഒരിക്കൽ പശ്ചാത്തപിക്കും. നോക്കിക്കോ, എന്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. ഈ രാക്ഷസിയും ഇവരുടെ അമ്മയും നിങ്ങൾ വിട്ട് പോയാൽ നിങ്ങൾ ഗതി പിടിക്കും. നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു. ചി നിർത്തണ ചൂരെ, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ വലിയ സുന്ദരിയാണെന്നോ? ആ സുധാകരൻ ആളൊരു പൊട്ടനായതുകൊണ്ട് എന്നെ പറ്റി ഒന്നും അന്വേഷിക്കാൻ നിൽക്കാതെ കല്യാണത്തിന് ഓക്കെയാണെന്ന് പറഞ്ഞത്. അല്ലായിരുന്നേ നീ ഇവിടെ മൂത്ത് നടിച്ചിരുന്നേനെ. വാസുദേവൻ പറഞ്ഞു. നീലിമയ്ക്ക് അയാൾ തല്ലാൻ വരെ തോന്നിപ്പോയി. സ്വന്തം അച്ഛനാണെന്ന കാര്യമൊന്നും അവൾക്കപ്പോൾ ഓർക്കാൻ തോന്നിയില്ല. വാസുദേവനാണ് തന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അവൾക്ക് തോന്നി. ഇനി നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരമില്ല. നാളെ എന്റെ ആളുകൾ നിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നോളൂ. അവരോടൊപ്പം വരാൻ തയ്യാറായില്ലേ നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ലെന്ന് ഓർത്തോളൂ. വാസുദേവൻ അതും പറഞ്ഞ് അഞ്ജലിക്കൊപ്പം ഇറങ്ങിപ്പോയി. അഞ്ജലി പോകുന്ന വഴി നീലിമയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. നീലിമയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അശ്വിനെ വാസുദേവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അവനെ കൊല്ലാനും മടിക്കില്ല. അതോർത്തപ്പോൾ നീലിമയ്ക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അവൾ ചുവരിലേക്ക് ചേർന്നിരുന്ന് മകനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. ഈ സമയം ഹോട്ടലിൽ ഒരു റൂമർ പരക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനൊപ്പം കണ്ട സുന്ദരനായ കുഞ്ഞിനെ കുറിച്ചായിരുന്നു എല്ലാവരുടെയും സംസാരം. സിദ്ധാർത്ഥ് സാധാരണ ആരെയും അമിതമായി അടുപ്പിക്കുന്ന പ്രകൃതക്കാരനല്ല. അതിനാൽ ഒപ്പം കണ്ട കുട്ടി സിദ്ധാർത്ഥിന്റെ മകനായിരിക്കുമെന്ന് പലരും ഊഹിച്ചു. പക്ഷേ സ്ത്രീകളുമായി അമിത അടുപ്പമില്ലാത്ത സിദ്ധാർത്ഥിനെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു രഹസ്യ വിവാഹം നടക്കാനോ കുഞ്ഞുണ്ടാവാനോ സാധ്യതയില്ല. സിദ്ധാർത്ഥ് പൊതുവെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ആളല്ല. അവനെ ഒരു സ്ത്രീ വിഷയത്തിൽ കൊടുക്കാൻ ഗൗതമിന്റെ കൃഷ്ണ ഗ്രൂപ്പിലെ ആളുകൾ പല വിധത്തിൽ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ അവൻ അതിലൊന്നും വീണിട്ടില്ല. ആ ചർച്ചകൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിലെ ചെവിയിലും എത്തി. മുറിയിൽ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും പരസ്പരം ആ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നു. എന്റെ പൊന്നു മനുഷ്യ, സിദ്ധുവിനെ കുഞ്ഞുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിരുന്നു. അയാള് ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചു. അതാ എനിക്ക് സംശയം. സിദ്ധാർത്ഥിന്റെ തനി പകർപ്പാണ് ആ കുഞ്ഞ്. ഗീത പറഞ്ഞു. അത് കേട്ട് വിശ്വനാഥൻ ചിരിച്ചു. നിനക്ക് ഭ്രാന്ത. നിന്റെ മോൻ ഏതെങ്കിലും പെണ്ണിന്റെ ഒപ്പം പോകുന്നത് എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അവൻ നല്ലൊരു കൊച്ചിനെ സ്നേഹിച്ച് കാണാൻ നമ്മൾ എത്ര പണിപ്പെട്ടതാ. അങ്ങനെയുള്ള സിദ്ധു രഹസ്യ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സിദ്ധുവിന്റെ കുഞ്ഞാണെന്നെങ്കിൽ ഉറപ്പായും ഞാൻ അതിനെ ഇവിടെ വളർത്തും. എനിക്ക് അവന്റെ കുഞ്ഞിനെ കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നേ ഉള്ളൂ. എന്തായാലും നേരെ ചൊവ്വേ നിങ്ങളുടെ മോൻ അത് സാധിച്ചു തരുമെന്ന് തോന്നില്ല. ഗീത പറഞ്ഞു. ഗീത, എനിക്ക് അവൻ വിവാഹം കഴിച്ച് കാണാൻ താല്പര്യമില്ലെന്നാണോ നീ കരുതുന്നത്? നമ്മുടെ സിദ്ധുവിന് ഒരു കുട്ടിയുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ സ്വീകരിക്കും. പക്ഷേ അവനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. അവന്റെ മനസ്സ് നിനക്കറിയുന്നല്ലേ. ഒരു പെണ്ണിന്റെയും മുഖത്ത് പോലും നോക്കാത്തവനവൻ. ഇതൊക്കെ ആരെങ്കിലും കെട്ടിച്ചമച്ച കഥകളാവനെ സാധ്യതയുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞാൻ ഈ കാര്യം സിദ്ധു വന്നാൽ ചോദിക്കും. അവൻ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുമെന്ന് തന്നെ ഞാൻ പറയും. മൊബൈലിൽ ആ ഫോട്ടോ എടുത്ത് വിശ്വനാഥനെ കാണിച്ചുകൊണ്ട് ഗീത തുടർന്നു. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ. സിദ്ധാർത്ഥ കുഞ്ഞിലിരുന്ന പോലെ തന്നെയല്ലേ ഇവനും? അതാ എനിക്കിത്ര സംശയം. എന്തായാലും നീ ആയിട്ട് ഓരോന്ന് ഊഹിക്കാൻ നിൽക്കണ്ട. സിദ്ധു വരട്ടെ, നമുക്ക് ചോദിക്കാം, വിശ്വനാഥൻ പറഞ്ഞു. ഗീതയുടെ മനസ്സിൽ അപ്പോൾ അശ്വിന്റെ കുഞ്ഞു മുഖം തെളിഞ്ഞു. അത് സിദ്ധാർത്ഥന്റെ മകൻ തന്നെ ആയിരുന്നുവെങ്കിലെന്ന് ആ അമ്മ വെറുതെ ആഗ്രഹിച്ചിരുന്നു. അഞ്ജലിയും വാസുദേവനും മുറിയിൽ നിന്ന് പോയപ്പോൾ നീലിമ അശ്വിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. അവൾ ചുറ്റും നോക്കി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവൾ തീരുമാനിച്ചു. വൈകുന്ന ഓരോ നിമിഷവും അപകടമാണ്. അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് പോലെ സുധാകരന്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വരും. അതിലും വേഗം ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് അവൾക്ക് തോന്നി. അവൾ സർവ്വശക്തിയും എടുത്തുകൊണ്ട് കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് അരികിലെ മേശയുടെ പുറത്ത് ഒരു കത്തി ഇരിക്കുന്നത് അവൾ കണ്ടത്. ഫ്രൂട്ട്സ് മുറിക്കാനായി അഞ്ജലി കൊണ്ടുവച്ചതായിരുന്നു ആ കത്തി.
നീലിമ രണ്ടും കൽപ്പിച്ച് അതിനടുത്തേക്ക് വിരങ്ങി നീങ്ങി. വളരെ കഷ്ടപ്പെട്ട് മേശയിൽ ചാരി അവൾ എഴുന്നേറ്റ് നിന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ കത്തിയെടുത്തു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി. വേണ്ട ചേച്ചി, എന്തിനാ ഈ സാഹസം? കെട്ടഴിച്ചാലൊന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ നാട് മുഴുവനും എന്റെ ആളുകളുണ്ട്. അഞ്ജലി മുന്നോട്ട് വന്ന് നീലിമയുടെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങി. ഈ സമയം അശ്വിനൊപ്പം മുറിയിലായിരുന്നു സിദ്ധാർത്ഥ്. അശ്വിൻ അവൻ ഒരിടത്തും പോവാൻ സമ്മതിക്കാതെ കൂടെ തന്നെ നിർത്താൻ ശ്രമിക്കുന്നു. സിദ്ധാർത്ഥിനാണെങ്കിൽ അവനോട് ഒന്നും മറത്തു പറയാൻ സാധിക്കുന്നില്ല. വല്ലാത്ത ധർമ്മസങ്കടത്തിലായ അവൻ നീലിമയെ ഓർത്തു. അവളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ച ശേഷം പഴയതുപോലെ ജോലിയിൽ ശ്രദ്ധിക്കാമായിരുന്നുവെന്ന് അവൻ ചിന്തിച്ചു. നീലിമയെ കണ്ടുപിടിക്കാൻ അവൻ പറഞ്ഞേൽപ്പിച്ച ബോഡിഗാർഡ് അപ്പോൾ അവിടേക്ക് വന്നു. സർ, സിറ്റി മുഴുവൻ അടിച്ചു പറിക്കിട്ടും അവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഒരു പെണ്ണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും കഴിവില്ലാത്ത നിങ്ങളെയൊക്കെയാണ് ഞാൻ സ്റ്റാഫായി കൊണ്ടു നടക്കുന്നത്. അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ? സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ ചോദിച്ചു. യെസ് സർ, വീട്ടിലില്ല. അവിടെ ഒരു പ്രായമായ സ്ത്രീയെ മാത്രമേ കണ്ടുള്ളൂ. അവർക്കും കൂടുതലൊന്നും അറിയില്ല. എന്തായാലും ഒന്നുകൂടി അന്വേഷിക്കും. കുഞ്ഞിനെ കിട്ടാതെ അവൾ എന്തായാലും നാട് വിടാനൊന്നും പോകുന്നില്ല. എവിടെയെങ്കിലും കാണും, സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡാഡി, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അശ്വിൻ ചോദിച്ചു. ഒന്നുമില്ല മോനെ, അമ്മ നാളെ വരും. ഞാനല്ലേ പറയുന്നേ. സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അശ്വിൻ അപ്പോൾ എന്തുകൊണ്ടോ വലിയ സമാധാനം തോന്നി. അഞ്ജലി ആദിയുടെ കൂടെ മുറിയിലായിരുന്നു. ആദി അവൾക്ക് വേണ്ടി ഷാമ്പയിൻ ഓർഡർ ചെയ്തിരുന്നു. അതും കുടിച്ചുകൊണ്ട് അഞ്ജലി ആദിയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നു. എന്നിട്ട് കുഴഞ്ഞ ശബ്ദത്തിൽ അവനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ആദി, നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. ആദി അത് കേട്ട് അവളെ നോക്കി. നീലിമ തന്റെ കൂടെ ഉണ്ടായിരുന്ന കാലം അപ്പോൾ ആദിക്ക് ഓർമ്മ വന്നു. ഒരിക്കൽ അവർ ഒന്നിച്ചൊരു യാത്ര പോയിരുന്നു. അന്ന് ഒരു മുറിയിൽ താമസിക്കേണ്ടി വന്നു. ആദി ആ ദിവസം ഓർത്തെടുത്തു. നീലിമ, നിന്നെ ഈ വേഷത്തിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഓ താങ്ക്സ്, നീലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ഇപ്പൊ കണ്ട കടിച്ചു തിന്നാൻ തോന്നും. ആദി നീലിമയെ പുറകെ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് പുഞ്ചിരിയോട് പറഞ്ഞു. അതെ, കല്യാണത്തിന് മുൻപ് ദേഹത്തെ തൊട്ടുള്ള സ്നേഹമൊന്നും വേണ്ട കേട്ടോ. അതോർത്തപ്പോൾ ആദിക്ക് എന്തുകൊണ്ടോ അല്പം വിഷമം തോന്നി. അത്ര പാവമായിരുന്നു നീലിമ. അവൾ അങ്ങനെ ഒരു വലിയ ചതി ചെയ്തു കാണുമോ എന്ന് ആദി ചിന്തിച്ചു പോയി. അപ്പോൾ അഞ്ജലി അവനെ വന്ന് കെട്ടിപ്പിടിച്ചു. അതോടെ ആദിയുടെ ശ്രദ്ധ അവളിലായി. അവൻ അവളെ ചേർത്ത് പിടിച്ച് ചുണ്ടിൽ ദീർഘമായി ചുംബിച്ചു. ഓഫീസിലെ ചെയറിലിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അവന്റെ അരികിലായി അശ്വിൻ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. ഓഫീസിലും പുറത്തും അശ്വിൻ തന്റെ മകനാണെന്ന റൂമർ പരക്കുന്നതായി സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു. തനിക്ക് ഇത്രയും പ്രശ്നമുണ്ടാക്കി വെച്ചിട്ട് കൂസലില്ലാതെ അശ്വിൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവന്റെ ചെവിക്ക് പിടിച്ചൊരു കിഴക്ക് വെച്ചു കൊടുക്കാൻ തോന്നി. സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് അശ്വിൻ കരഞ്ഞതും അതോടെ അവനെയും കൂടി ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നതും സിദ്ധാർത്ഥ് ആലോചിച്ചു. ഡാഡി എന്താ ആലോചിക്കുന്നേ? ഐസ്ക്രീം കഴിക്കുന്നതിനിടയിൽ അശ്വിൻ ചോദിച്ചു. മോനെ, ഇവിടെ വച്ചോണ്ട് എന്നെ ഡാഡി എന്ന് വിളിക്കരുത്, അങ്കിളെന്ന് വിളിച്ചാൽ മതി. സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി അശ്വിനോട് പറഞ്ഞു. അതെന്താ? അതൊന്നുമില്ല, അങ്ങനെ വിളിച്ചാൽ മതി. ഡാഡി, അമ്മ എപ്പോ വരും? അശ്വിൻ നിഷ്കളങ്കമായി ചോദിച്ചു. അവൻ വീണ്ടും വീണ്ടും ഡാഡി എന്ന് വിളിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം അടക്കി ഭരിക്കുന്ന താൻ ഒരു കൊച്ചു കുഞ്ഞിന് മുന്നിൽ നിസ്സഹായനായി പോകുന്നത് അവൻ അറിഞ്ഞു. തന്റെ ഓഫീസ് മുറിയിൽ ഒരു കുഞ്ഞിരുന്ന് കുസൃതികൾ കാണിക്കുന്നു. അവന് തടയാൻ തോന്നുന്നില്ല. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായില്ല. ഇവിടെ എന്താ വഴക്ക് പറയാൻ പറ്റാത്തത്? സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു. അശ്വിൻ ഐസ്ക്രീം അപ്പോൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടി. സിദ്ധാർത്ഥ് അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ അവിടേക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ കയറി വന്നു. നീലിമയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ പറയാനായിരുന്നു അയാൾ വന്നത്. അവർ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ അയാളുടെ ശ്രദ്ധ അശ്വിനിലെത്തി. സർ, ഈ കുട്ടി? അയാൾ അറിയാതെ ചോദിച്ചു പോയി. സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ അയാളെ രൂക്ഷമായി നോക്കി. ചോദിച്ചതിൽ അബദ്ധം മനസ്സിലാക്കിയ അയാൾ അവിടെ നിന്നും ഉടനെ സോറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം റിസപ്ഷനിൽ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. ഗീത, ഒന്നുകൂടെ നീ ആലോചിക്ക്. ഓഫീസിൽ വെച്ച് പറയേണ്ട കാര്യമാണോ ഇത്? സിദ്ധു വീട്ടിലേക്ക് വന്നിട്ട് പോരെ? വിശ്വനാഥൻ ധൃതിയിൽ നടക്കുന്ന ഭാര്യയെ നോക്കി പറഞ്ഞു. പോരാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ, ഗീത പറഞ്ഞു. ഓഫീസിൽ അശ്വിന്റെ മുഖം കഴുകിക്കൊടുത്ത് പഴയതുപോലെ അവനെ ചേർന്നിരുത്തിയിട്ട് ജോലിയിൽ മുഴുകുകയായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോഴാണ് ഗീതയും വിശ്വനാഥനും അവിടേക്ക് കയറി വരുന്നത്. അവരെ കണ്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റു. ഇതെന്താ പറയാതെ ഇങ്ങോട്ട്? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണോ? പിന്നെ അതല്ല അമ്മേ, പറഞ്ഞിരുന്നേൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമല്ലോ. സിദ്ധാർത്ഥ് അമ്മയെ തണുപ്പിക്കാൻ ശ്രമിച്ചു. നിന്റെ തിരക്ക് കഴിഞ്ഞിട്ടല്ലേ? എനിക്കത് പോരാ, ഒരു കാര്യം അറിയണം, അതാ വന്നത്. അശ്വിൻ അവിടെ നിന്നും കുറച്ച് മാറിയാണ് ഇരുന്നത്. അതുകൊണ്ട് ഗീത അതുവരെ അവനെ കണ്ടിരുന്നില്ല. വിശ്വനാഥനും ഗീതയും സിദ്ധാർത്ഥിന്റെ എതിരെയുള്ള കസേരയിലേക്ക് ഇരുന്നു. എന്താ എന്തു പറ്റി? സിദ്ധാർത്ഥ് ചോദിച്ചു. ഗീത ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു തുറന്ന് സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടി. സിദ്ധു, സത്യം പറയണം, ഈ കുട്ടിയേതാ? സിദ്ധാർത്ഥ് ഫോൺ വാങ്ങി നോക്കി. അശ്വിനും താനും ക്യാൻറ്റീനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണത്. അമ്മയെല്ലാം അറിഞ്ഞു കാണും. ഇനിയിപ്പോ എങ്ങനെ എത്തിയെന്ന് നോക്കും. സിദ്ധാർത്ഥ് ചിന്തിച്ചു. നീ എന്നാ സിദ്ധു ആലോചിക്കുന്നത്? ഈ കുഞ്ഞ് ആരാണെന്ന് പറ. ഗീത ആവർത്തിച്ചു. വിശ്വനാഥൻ സംസാരിച്ചില്ല. ഭാര്യ അയാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തതുമില്ല. സിദ്ധാർത്ഥ് അപ്പോൾ അറിയാതെ അശ്വിൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അവനെ കൂടി അവിടെ കണ്ടാൽ അമ്മ ഉറപ്പായി അത് തന്റെ മകനാണെന്ന് വിശ്വസിക്കുമെന്ന് സിദ്ധാർത്ഥിന് തോന്നി. സിദ്ധാർത്ഥിന്റെ നോട്ടം പോയ ദിശയിലേക്ക് ഗീത തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അശ്വിനെ അവിടെ കാണുന്നത്. ഗീത അമ്പരപ്പോട് ചോദിച്ചു. ഈ കുട്ടിയല്ലാതെ? ആ സാഹചര്യത്തിൽ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ലെന്ന് സിദ്ധാർത്ഥിന് തോന്നി. സിദ്ധു, ഇനിയെങ്കിലും പറ മോനെ, ഇത് നിന്റെ കുഞ്ഞാണോ? ഗീത ചോദിച്ചു. സിദ്ധാർത്ഥ് മറുപടി പറയാതെ അച്ഛനെ നോക്കി. സിദ്ധു,
നീ തുറന്നു പറ, ഞങ്ങൾക്ക് സത്യം അറിഞ്ഞാൽ മതി. വിശ്വനാഥൻ പറഞ്ഞു. അശ്വിൻ അപ്പോൾ അവരെ നിഷ്കളങ്കമായി നോക്കി. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഗീതയ്ക്ക് വല്ലാത്ത വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, ഡാഡി, ഇവരൊക്കെ ആരാ? അശ്വിൻ ഡാഡി എന്ന് വിളിച്ചതോടെ ദയനീയമായ ഭാവത്തിൽ സിദ്ധാർത്ഥ് അമ്മയെ നോക്കി. അവരോട് എന്ത് പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു.